ഹലോ, വെൽക്കം ബാക്ക് ടു ക്രിഷ് പോയിൻ്റ്ലെസ്റ്റ്. ഇന്ന് നമ്മൾ പോകുന്ന റോസ്മലയിലേക്കാണ്. റോസ്മല എന്ന് പറയുന്നത് ട്രിവാൻഡ്രം കൊല്ലം ഏരിയയിൽ ഓഫ് റോഡ് ലവേഴ്സിൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. ഇത് ഷെൻതുർണി റിസർവ് ഫോറസ്റ്റിനുള്ളിൽ വരുന്ന ഒരു ഏരിയയാണ് റോസ്മല എന്ന് പറയുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഇപ്പോഴും റോസ്മലയുടെ ആ ഏരിയ വരുന്നത്. കൊല്ലം തെന്മല ചെങ്കോട്ട റൂട്ടിൽ ആര്യങ്കാവ് ജംഗ്ഷൻ എത്തിയിട്ട് അവിടെ നിന്ന് ഏകദേശം റൈറ്റിലേക്ക് റൂട്ടുണ്ട്. അതിലൊരു 12 കിലോമീറ്റേഴ്സാണ് നമുക്ക് റോസ്മല വരെയുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഇന്ന് എൻ്റെ കൂടെ വരുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഷാനുവും ഷാനുവിൻ്റെ കൊളീഗായ അനന്തുമാണ്. 2 ഹിമാലയനിലും ഒരു എക്സ്പൾസിലുമായിട്ടാണ് ഞങ്ങളിന്ന് ഇറങ്ങിയത്. ഈ മുമ്പിൽ കാണുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വീതി കൂടിയ റിവർ ക്രോസിംഗ്. ഞാൻ ആദ്യമായിട്ട് റോസ്മലയിൽ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു റോഡേ ഇല്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ റൂട്ടിലൊന്നും മുമ്പ് റോഡ് തന്നെ ഇല്ലായിരുന്നു. മൊത്തത്തിൽ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇത് കോൺക്രീറ്റ് ചെയ്യുമായിരുന്നു. കാരണം ഇതൊരു KSRTC ബസ് വരുന്ന റൂട്ടാണ്. റോസ്മലയിൽ ഏകദേശം 300ഓളം ഫാമിലീസ് താമസം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് പേരായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇപ്പോഴും കുറച്ച് ഫാമിലീസ് അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടൊരു ബസ് ഓടുന്നുണ്ട് KSRTCയുടെ. 1-2 സർവീസ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഒഫീഷ്യൽ കണക്കനുസരിച്ച് ഷെന്തുർണി ഫോറസ്റ്റ് റേഞ്ചിൽ 5 ടൈഗേഴ്സിന് മുകളിലുണ്ട്. അപ്പോൾ ഇത് വൈൽഡ് അനിമൽസ് ഇല്ലാത്തൊരു കാടാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കരുത്. മഴ സമയത്താണെന്ന് തോന്നുന്നു റോസ്മല ഏറ്റവും ഭംഗിയായിട്ട് കാണപ്പെടുന്നത്. ഈ മുമ്പിൽ കാണുന്നതാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ചെക്ക് പോസ്റ്റ്. ഇവിടെ നമ്മുടെ വണ്ടിയുടെയും നമ്മുടെ ഡീറ്റെയിൽസും മൊബൈൽ നമ്പറൊക്കെ കൊടുത്തതിന് ശേഷമാണ് മുന്നോട്ട് പോകേണ്ടത്. സ്വന്തം വാഹനത്തിലല്ലാതെ റോസ്മലയ്ക്ക് വരുന്നവർക്കുള്ള 2 ഓപ്ഷൻസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള KSRTC സർവീസും പിന്നെ ഈ ആര്യങ്കാവ് ആ ജംഗ്ഷനടുത്ത് നിന്ന് ജീപ്പ് കിട്ടും. അത് ജീപ്പുകാർ ആ ഒരു ടൈമിൽ അവർ ചോദിക്കുന്ന റേറ്റ് കൊടുക്കേണ്ടി വരുമായിരിക്കാം. പക്ഷേ ജീപ്പ് ഒരു ഓപ്ഷനാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് തോന്നുന്നു ജീപ്പാണ് ഓപ്റ്റ് ചെയ്യുന്നത് ഇങ്ങോട്ട് വരാനായിട്ട്. റോഡിൻ്റെ കണ്ടീഷൻ കാരണവും പിന്നെ ഒരു ജീപ്പിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. റേറ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. റോസ്മല വിസിറ്റ് ചെയ്യാൻ വന്നിട്ട് കാട്ടുപോത്തിനെ കണ്ട് പേടിച്ച് കാട്ടിനകത്ത് 17 മണിക്കൂർ പെട്ടുപോയ ഒരു സംഭവം ഈ റീസെൻ്റ്ലി ഉണ്ടായിട്ടുണ്ട്. പത്രത്തിലൊക്കെ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും. ഓഫ് റോഡ് ആണെങ്കിൽ പോലും ആ മഞ്ഞൊക്കെ മൂടിയ റൂട്ടാണ് നമ്മളെ റോസ്മലയിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പരപ്പാർ ഡാമിൻ്റെ വ്യൂ പോയിൻ്റാണ്. അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്, അതിൽ നിന്നുള്ള വ്യൂ പോയിൻ്റ് ആണെങ്കിലും ഈ പോകുന്ന റൂട്ട് തന്നെ വളരെ അട്രാക്റ്റീവാണ്. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു കാറിലോ അല്ലെങ്കിൽ ബൈക്കിലൊക്കെ വരുന്നതാണ് ഏറ്റവും സേഫ്. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ റോഡ് വളരെ മോശമായിട്ട് കിടപ്പുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഈ റോസ്മലയ്ക്ക് ആ പേര് വരാനായിട്ട് ഒരു റീസൺ ഉണ്ട്. അതായത് റോസാപ്പൂവിൻ്റെ ഇതളുകൾ ഇങ്ങനെ കൊഴിഞ്ഞു വീണതുപോലെ കിടക്കുന്ന പല ഐലൻഡുകൾ ചേർന്നിട്ടാണ് ഈ ഒരു പരപ്പാർ ഡാമിലൊരു വ്യൂ വരുന്നത്. അതുകൊണ്ടാണ് അതിനെ റോസ്മല, ആ ഒരു റോസാപ്പൂവിൻ്റെ ഇതളുകളുടെ വ്യൂ ഉള്ളതുകൊണ്ടാണ് റോസ്മല എന്ന് പറയപ്പെടുന്നതെന്ന്, റോസ്മല എന്ന് വിളിക്കുന്നതെന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ട്. മറ്റൊരു കഥ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആദ്യമായിട്ടൊക്കെ വന്ന ഒരു ബ്രിട്ടീഷ് പ്ലാനർ ഉണ്ടായിരുന്നു. പുള്ളിയുടെ വൈഫിൻ്റെ പേര് റോസ്ലിൻ എന്നായിരുന്നു. അപ്പോൾ പുള്ളിയുടെ വൈഫിൻ്റെ ആ ഒരു പേരുമായിട്ട് ചേർത്തിട്ട് ഇതിനെ റോസ്മല എന്ന് പിന്നീട് വിളിക്കപ്പെട്ടതായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ഏതാണ് കറക്റ്റ് എന്നുള്ളത് നമുക്കറിയില്ല. ആ ഫോറസ്റ്റിൻ്റെ ഫസ്റ്റ് ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ആ റൂട്ട് കുറച്ചുകൂടി ഇടുങ്ങിയ ഫോറസ്റ്റാണ്. അതിനകത്ത് നമുക്ക് പോകുന്ന സമയത്ത് തന്നെ ആ ഒരു ഫീല് കിട്ടും. കാരണം ഡെൻസായി തുടങ്ങും ഫോറസ്റ്റ് ചെറുതായിട്ട്. പക്ഷേ ഇത് നേരെ ചെന്ന് കയറുന്നത് റോസ്മലയിലെ ആ ഒരു ചെറിയ സെറ്റിൽമെൻറ്റ് ഏരിയ ആണ്. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. പണ്ട് ഇവിടെ കുടിയേറിയ ആൾക്കാരാണ്. അതിൽ പല ആൾക്കാരെ ഇപ്പോൾ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് ഒരു ടൈഗർ റിസർവിൻ്റെ പാർട്ടാവാനുള്ള സാധ്യതയെപ്പറ്റി സംസാരിക്കുന്നുണ്ട്.
ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ചെറിയ അലോട്ട്മെൻറ്റ് മണി കൊടുക്കുന്നുണ്ട്. ആ ഒരു കാശ് മേടിച്ചിട്ട് സ്ഥലം കൊടുത്തിട്ട് പോകുന്ന ആൾക്കാർ ഉണ്ട്. പക്ഷേ ഇപ്പോഴും അങ്ങനെ പോകാൻ പറ്റാണ്ട് താമസിക്കുന്ന ആൾക്കാർ ധാരാളമാണ്. അതുകൊണ്ട് ഇതുവരെ റോസ്മല ഒരു ടൈഗർ റിസർവിൻ്റെ പാർട്ടായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടുള്ള എൻട്രിയിൽ റെസ്ട്രിക്ഷൻസ് വന്നിട്ടില്ല. അഥവാ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നീട് റോസ്മലയിലേക്ക് നമുക്കിതുപോലെ ഫ്രീ ആയിട്ട് എൻട്രി ചെയ്ത് വരാനായിട്ട് പറ്റണം എന്നില്ല. ആര്യങ്കാവെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെട്രോൾ അടിക്കാനോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് റോസ്മലയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് പെട്രോൾ വണ്ടിയിലുണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് വേണം വരാനായിട്ട്. വാച്ച് ടവറിലേക്ക് പോകാനായിട്ട് ടിക്കറ്റ് കൗണ്ടറുണ്ട്. ആ ടിക്കറ്റ് കൗണ്ടറിന് അടുത്ത് തന്നെ ചെറിയൊരു പെട്ടിക്കട പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം സ്നാക്സും വെള്ളവും എല്ലാം കിട്ടും. അതുകൊണ്ട് ഫുഡ് വലിയ കുഴപ്പമില്ല. പക്ഷേ ഫ്യൂവലിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത്യാവശ്യം മഴയുള്ള ടൈമായതുകൊണ്ട് തന്നെ ആ റൈഡ് ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വെയിലൊന്നും വരുന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ല. നോർമലി വെയിലൊക്കെ വരേണ്ട സമയം കഴിഞ്ഞു. ഈ മഴ ആയതുകൊണ്ട് ആ റോസ്മലയിലേക്ക് പോകുന്ന റൂട്ട് മൊത്തം ഒരു ചെറിയ കോട കയറിയ ഫീലിലാണ് കിടക്കുന്നത്. വാച്ച് ടവറിൽ നിന്നുള്ള വ്യൂ ഉറപ്പായിട്ടും നല്ല ഭംഗിയായിരിക്കും എന്നുള്ള കാര്യം കൺഫേമാണ്. ഈ പോയിന്റിൽ നിന്ന് റൈറ്റിലേക്ക് കിടക്കുന്ന ചെറിയ വഴിയിലൂടെയാണ് നമുക്ക് റോസ്മല വാച്ച് ടവറിലേക്ക് പോകേണ്ടത്. അതായത് പരപ്പാർ ഡാം വാച്ച് ടവറിലേക്ക് പോകേണ്ടത്. ഇത് വളരെ നാരോ ആയിട്ടുള്ള റോഡാണ്. അതുപോലെ തന്നെ മഴ പെയ്തതുകൊണ്ട് നല്ല സ്ലിപ്പറി ആയിട്ടാണ് കിടക്കുന്നത്. സൂക്ഷിച്ച് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. മുമ്പിൽ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. നമ്മുടെ വണ്ടികളെല്ലാം ഇവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത്. കാർ താഴെയും ബൈക്കെല്ലാം മേളിലുമാണ് പാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ആൾക്ക് 50 രൂപയാണെന്ന് തോന്നുന്നു ടിക്കറ്റ്. ആ ടിക്കറ്റ് എടുത്തിട്ടാണ് നമുക്ക് വ്യൂ ടവറിലേക്ക് പോകേണ്ടത്. ഈ മുമ്പിൽ കാണുന്നൊരു പ്രൈവറ്റ് ഹോം സ്റ്റേ ആണ്. ഇവിടെ അങ്ങനെ അധികം ഹോം സ്റ്റേസ് ഇല്ല. ഉള്ളതിൽ ഒരെണ്ണമാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ നല്ല രസമാണ്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് നമുക്ക് മുകളിലേക്ക് കയറണം. ആ കയറി ചെല്ലുമ്പോഴാണ് പരപ്പാർ ഡാം വ്യൂയുടെ ആ ഒരു ഗേറ്റും ആ ഒരു വ്യൂ ടവറും വരുന്നത്. ഇത് ഈ മുന്നിൽ കാണുന്നതാണ് ആ വ്യൂ ടവറും അതിലേക്കുള്ള എൻട്രൻസും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സ്റ്റാഫ് എപ്പോഴും ഇവിടെ ഡ്യൂട്ടിയിലുണ്ടാവും. കൊല്ലം ജില്ലയിലെ കല്ലട റിവറിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഡാമാണ് തെന്മല ഡാം അല്ലെങ്കിൽ പരപ്പാർ ഡാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇറിഗേഷൻ പ്രോജക്ട്സിൽ ഒന്നാണ് ഈ കല്ലട റിവറിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള പരപ്പാർ ഡാം. ഈ കാണുന്നതാണ് റെഡ്വുഡ് അല്ലെങ്കിൽ ചെങ്കുറിഞ്ഞി മരം. ഈ ചെങ്കുറിഞ്ഞി മരങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഈ ഫോറസ്റ്റിന് ചെങ്കുറിഞ്ഞി അഥവാ ശെന്തുറിഞ്ഞി ഫോറസ്റ്റ് എന്നുള്ള പേര് വന്നത്. നമ്മളീ പോകുന്ന റൂട്ടിൽ തന്നെ ഫോട്ടോ എടുക്കാനും അതുപോലെ ഇറങ്ങി ഒന്ന് കുളിക്കണം തോന്നിയാൽ കുളിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളൊരു കാടിനുള്ളിലാണ് നിൽക്കുന്നത് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധം നമുക്കെപ്പോഴും ഉണ്ടാവണം. അങ്ങനെ പരപ്പാർ ഡാം വ്യൂവും കണ്ട് ആ റൈഡും ആസ്വദിച്ച് ഞങ്ങൾ ഇരുട്ടുന്നതിന് മുമ്പ് റോസ്മല വിടുകയാണ്.
ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഈ സ്ഥലം ഉറപ്പായിട്ട് വന്ന് കാണണം കേട്ടോ. വീഡിയോയിലെ കണ്ടൻറ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. See you soon with another video. Until then, adios amigos.